വയനാട് ചൂരൽമലയെയും മുണ്ടക്കയത്തെയും ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലമാണ് ബെയിലി പാലം. ഈ പാലം വയനാട്ടിലെ ദുരന്തമുഖത്ത് ഞൊടിയിട കൊണ്ട് പണി തീർത്ത് വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിലാക്കിയപ്പോഴാണ് ഈ പാലത്തെക്കുറിച്ച് പലരും അറിയാനും ചിന്തിക്കാനും തുടങ്ങിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാലം 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കിയത്. പാലത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച എഞ്ചിനീയർ ഒരു പുരുഷനല്ല, സ്ത്രീയായിരുന്നു എന്നതും ശ്രദ്ധയാകർഷിക്കുന്നു. അവരാണ് മേജർ സീത ഷെൽക്ക. ദുരന്തമുഖത്ത് ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സഹോദരന്മാരെ നമ്മളാരും മറക്കുന്നില്ല. എങ്കിലും ഈ സ്ത്രീയുടെ പ്രാധാന്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ, ശാരീരിക ക്ഷമത വേണ്ടയിടങ്ങളിൽ എല്ലാം പുരുഷനൊപ്പം തോൾ ചേർന്ന് നിൽക്കാൻ സ്ത്രീക്കും സാധിക്കും എന്നതിന്റെ നേർചിത്രമാണ് മേജർ സീത ഷെൽക്കയും അവരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഈ ബെയിലി പാലവും. ഇന്ത്യയിൽ സൈന്യം മാത്രമാണ് ബെയിലി മാതൃകയിലുള്ള താൽക്കാലിക പാലം നിർമ്മിക്കുന്നത്. കേരളത്തിലാണ് പൊതുജനങ്ങൾക്ക് അടിയന്തര യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് ആദ്യമായി സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. വിവിധ ആവശ്യങ്ങൾക്ക് ഉതകും വിധം നേരത്തെ ഡിസൈൻ ചെയ്തു വെച്ച് ആവശ്യമനുസരിച്ച് സൈറ്റിൽ എത്തിച്ച ശേഷം എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ബെയിലി പാലം. പലർക്കും ഈ ബെയിലി പാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പുറത്തു വന്നിരിക്കുന്ന ഒരു കുറിപ്പ് ശ്രദ്ധേയമായിട്ടുണ്ട്. അതിൽ ബെയിലി പാലത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. മുമ്പ് നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടന്നുപോയത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള പാലമാണിത്. ഇന്ത്യയിൽ ആദ്യമായി സൈനികാവശ്യത്തിനായി പാലം നിർമ്മിച്ചത് കശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണ് ഇത് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധകാലത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ. 1942 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് പാലത്തിന് ബെയിലി പാലം എന്ന് പേര് വന്നത്. ഇവയ്ക്ക് പല ഗുണങ്ങളുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ടു തന്നെ വച്ചുപിടിപ്പിക്കാം. പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളവയാണ്. ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ എല്ലാ കണ്ണുകളും നീണ്ടത് ബെയിലി പാലത്തിനു നേരെയായിരുന്നു. ഒരു രാവും ഒരു പകലും കൊണ്ട് പാലം പൂർത്തിയാക്കുമ്പോൾ അതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് മേജർ സീത അശോക് ഷെൽക്കെ. വയനാട്ടിൽ ദുരന്തത്തിൽ തകർന്നുപോയ പാലത്തിനു പകരമായി 190 അടി നീളമുള്ള താൽക്കാലിക ബെയിലി പാലം സൈനികർ ഊണും ഉറക്കവുമില്ലാതെ 20 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി. രക്ഷാപ്രവർത്തനത്തിലെ അതിനിർണായകമായ ബെയിലി പാലം നിർമ്മിച്ച ഇന്ത്യൻ ആർമിക്ക് അഭിനന്ദനങ്ങൾ. സല്യൂട്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് ധീരത, സമർപ്പണം, ദേശസ്നേഹം എന്നീ വികാരങ്ങളാണ്. ദുരന്തമുഖത്തെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.